നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട പാവങ്ങളുടെ കണ്ണിലുണ്ണിയായ മാരുതി സുസുക്കി എല്ലാ കാലഘട്ടങ്ങളിലും ഓരോ വണ്ടികൾ നിരത്തിലിറക്കുന്നു. അങ്ങനെ 2012 എസ് ക്രോസ്, അങ്ങനെ വന്ന് 2020 ആയപ്പോൾ വിത്താര ബ്രസ, പിന്നെ അങ്ങനെ വന്ന് 2024 ആയപ്പോൾ അവരെല്ലാ എഫോർട്ടും കൊണ്ട് ഒരു SUV സെഗ്മെൻറ്റിൽ വണ്ടി ഇറക്കി. ആ ഒരു വാഹനമാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നത്. അങ്ങനെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ യുവർ ഫിസ്. അങ്ങനെ നമ്മൾ ഇന്ന് റിവ്യൂ ഉദ്ദേശിക്കുന്ന വണ്ടി നമ്മുടെ 2023 ഗ്രാൻഡ് വിറ്റാര. ആദ്യം തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് അതിൻ്റെ DRL തന്നെയാണ്. DRL ഒരു ഐസ് പാറ്റേൺ എന്ന് പറഞ്ഞാണ് വിശേഷിപ്പിക്കുന്നത്. സൂപ്പറായിട്ടൊരു സ്പോർട്ടീവ് അട്രാക്റ്റീവ് ലുക്ക് തന്നെ ആ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ചെറിയൊരു നല്ലൊരു ക്രോം ഫിനിഷ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് പറയാനുള്ളത് നമ്മുടെ സുസുക്കിയുടെ മെയിൻ ലോഗോ ആണ്. ഒരു നല്ല രീതിയിൽ വലുപ്പത്തിൽ തന്നെ അവർ കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ അതിനുശേഷം പറയാനുള്ളത് അതിൻ്റെ ഒരു ഗ്രില്ലാണ്. നല്ലൊരു ഡിസൈൻ, സ്പോർട്ടീവ് അട്രാക്റ്റീവ് ലുക്കിൽ തന്നെ ഒരു ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ പറയാനുള്ളത് ഒരു പ്രൊജക്ടർ ലാമ്പാണ്. ഹെഡ്ലൈറ്റ് അത്യാവശ്യം നല്ല രീതി, രാത്രിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ലൈറ്റ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ പറയുന്നത് അതിൻ്റെ താഴ്ഭാഗത്ത് പോവുകയാണെങ്കിൽ നല്ലൊരു സിൽവർ ഫിനിഷിലൊരു ഫ്രണ്ട് ബമ്പർ കൊണ്ടുവരുന്നുണ്ട്. അടുത്തതായി നമ്മുടെ വണ്ടിയുടെ സൈഡ് വ്യൂയിലേക്ക് വരുവാണെങ്കിൽ വണ്ടിക്കൊരു നല്ലൊരു പ്രീമിയം ലുക്ക് തോന്നിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് ടയർ സൈസാണ്. ടയർ സൈസ് നമ്മുടെ ബേസ് മോഡലിൽ തന്നെ ഒരു 17 ഇഞ്ച് ടയർ തന്നെ വരുന്നുണ്ട്. പക്ഷേ ബേസ് മോഡൽ ഡ്രമ്മാണ് വരുന്നത്. പിന്നെ നമ്മൾ അഡീഷണലി ഫിറ്റ് ചെയ്ത ഒരു അലോയ് വരുന്നുണ്ട്. അലോയ് എന്ന് പറയാനുള്ള മോശപ്പെട്ട അലോയ് ഒന്നുമല്ല, നല്ല രീതിയിലുള്ള നല്ല ഡിസൈൻ വർക്കുള്ള ഒരു അലോയാണ്. പിന്നെ അതിനുശേഷം വരുന്നത് ഡോർ ഹാൻഡിലാണെങ്കിൽ കീലെസ് എൻട്രി ആണ്. നമ്മൾ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ താഴ്ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഒരു ബ്ലാക്ക് ഫിനിഷ് അത് നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഒരു സിൽവർ ക്രോം ഫിനിഷ് വേറൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു അട്രാക്റ്റീവ് ലുക്ക് തന്നെ പറയാം. അങ്ങനെ നമ്മൾ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ വാഹനത്തിൻ്റെ 4 ടയറും ഡിസ്ക്കാണ്. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ് വാഹനത്തിൻ്റെ. പിന്നെ നമ്മുടെ ഡോറിലോട്ട് വരുവാണെങ്കിൽ ഡോറിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞത് ഒരു ഗ്രേപ്പും അതുപോലെ ഒരു ബ്ലാക്കും കോമ്പിനേഷൻ വരുന്നൊരു ഡിസൈനാണ്. പിന്നെ ഒരു ചെറിയൊരു ലെതറല്ല, വേറൊരു മെറ്റീരിയൽ, ഒരു തുണി ടൈപ്പ് മെറ്റീരിയൽ, ഒരു ഹാൻഡ് റെസ്റ്റ് പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ എല്ലാ വാഹനത്തിലും പോലെ തന്നെ 4 പവർ വിൻഡോസ്, പിന്നെ അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, അത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഇന്റീരിയർ ഭാഗത്തിലേക്ക് വരുവാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് ഒരു മനോഹരമായൊരു പുഷ് സ്റ്റാർട്ട് ബട്ടൺ നമുക്ക് വാഹനത്തിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ അതിനുശേഷം പറയാനുള്ളത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ടിൽറ്റും ടെലിസ്കോപ്പും 2 ഓപ്ഷനും നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ് പറയാനുള്ളത് നമ്മുടെ ഇൻഫോടൈം സിസ്റ്റമാണ്. ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ ബേസ് മോഡലിൽ തരുന്നില്ല, പക്ഷെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ കമ്പനി തന്നെ നമുക്ക് തരുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നത് ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതൊരു ബേസ് ആണ്, പക്ഷേ ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇന്റീരിയർ ഭാഗത്തിലേക്ക് വരുമ്പോൾ മൊത്തത്തിൽ ഒരു ഗ്രേപ്പ് സിൽവർ ഫിനിഷ് വരുന്നുണ്ട്. നമ്മുടെ ഡാഷ്ബോർഡിലാണെങ്കിലും ഒരു ഗ്രേപ്പ് കളർ വരുന്നുണ്ട്. അതൊരു വണ്ടിക്ക് നല്ലൊരു ഇന്റീരിയർ മനോഹരമായിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു സിൽവർ ഫിനിഷ്. പിന്നെ AC വെൻ്റ് ആണെങ്കിൽ പോലും AC-യുടെ വെൻ്റിനകത്തൊരു സിൽവർ ഫിനിഷ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് പോർട്ട് ആണെങ്കിൽ ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വേറൊരു പോർട്ടും എന്തെങ്കിലും ചെയ്ത് വയ്ക്കാനുള്ള രീതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വണ്ടിക്ക് നമുക്ക് ഓട്ടോ ഓഫ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളും അവൈലബിൾ ആണ്. അങ്ങനെ നമ്മുടെ വാഹനത്തിലൊരു മനോഹരമായ ഡിജിറ്റലി അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. എല്ലാം അവൈലബിൾ ആണ്. അതിനകത്ത് കിലോമീറ്റർ കാണിക്കുന്നതും നമ്മൾ വാഹനം നിർത്തുമ്പോൾ കാണിക്കുന്നത് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വണ്ടി ഒരു ബേസ് വേരിയൻ്റ് വണ്ടിയാണ്. അതായത് ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡ് സിഗ്മ ആണ് സെഗ്മെൻറ്റ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വണ്ടിയിലില്ല. ആദ്യം തന്നെ പറയാനുള്ളത് ഒരു ഓട്ടോ വൈപ്പർ ഇല്ല. അതുപോലെ തന്നെ
വയർലെസ് ചാർജിങ് ഇല്ല, പക്ഷേ ടോപ്പ് വേരിയൻറ്റിൽ എല്ലാം അവൈലബിൾ ആണ്, അത് സ്വാഭാവികമാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാനുള്ളത്, അടുത്തതായി നമുക്ക് ബാക്ക് റോയിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ ബാക്ക് റോയിലോട്ട് വരുവാണെങ്കിൽ വണ്ടി നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. നമുക്ക് ഒരാൾ ഇരിക്കുവാണെങ്കിൽ പോലും നമ്മുടെ ലെഗൊക്കെ ആണെങ്കിൽ നല്ല നീട്ടി നിവർത്തി വിശാലമായിട്ടിരിക്കും. അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ളത് ബാക്കിൽ 2 എയർ വെൻറ്റിലേഷൻ വരുന്നുണ്ട് AC-യുടെ. പിന്നെ അതുപോലെ തന്നെ ഒരു ആംറസ്റ്റ്, നല്ലൊരു ആംറസ്റ്റ്, അതുപോലെ 2 കപ്പ് ഹോൾഡർ വെക്കാൻ പറ്റുന്ന നല്ലൊരു ആംറസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ ഒരു 3 പേർക്ക് നല്ല രീതിയിൽ സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് വരുവാണെങ്കിൽ ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ ടെയിൽ ലാമ്പാണ്. അതും കണക്റ്റഡാണ്. ഒരു നല്ലൊരു സ്പോർട്ടീവ് അട്രാക്റ്റീവ് ലുക്ക് തന്നെ വണ്ടിക്ക് അത് കൊടുത്തിട്ടുണ്ട്. സുസുക്കിയിൽ അങ്ങനെ വാഹനത്തിലൊന്നും കാണാത്ത രീതിയിലാണ് അവർ ഈ ടെയിൽ ലാമ്പ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഫ്രോങ്സിന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലത്തെ. അതുപോലെ തന്നെ ഒരു സ്മാർട്ട് ഹൈബ്രിഡ് ബാഡ്ജ് വരുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനില്ല, ഒരു ഗ്രാൻഡ് വിറ്റാര എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഫോണ്ടി വരുന്ന ഒരു ബാഡ്ജ്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റൈലിഷ് ലുക്ക് കൊണ്ടുവരാനൊരു സിൽവർ കോട്ട് ചെയ്ത ഒരു റെയർ ബമ്പർ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വാഹനത്തിനൊരു റിവേഴ്സ് ലാമ്പും അതുപോലെ ഒരു ഇൻഡിക്കേറ്ററും പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു ഷാർഫിൻ ആൻറ്റിനയും കൂടെ വരുന്നുണ്ട്. പിന്നെ ചെറിയൊരു അട്രാക്റ്റീവ് ലുക്ക് വരാനൊരു സ്പോർട്ടി ലുക്ക് വരാനൊരു സ്പോയിലർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ബൂട്ടിലോട്ട് പോവാം. ബൂട്ട് തുറക്കുമ്പോൾ തന്നെ അത്യാവശ്യമായിട്ട് നല്ല രീതിയിൽ തന്നെ ഭയങ്കര ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയാം കേട്ടോ. ഏകദേശം നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഏകദേശം ഒരു 5-6 ബാഗ് തന്നെ നമുക്ക് അത് വയ്ക്കാം. ചെറിയൊരു 5-6 ബാഗ് നല്ല രീതിയിൽ ബൂട്ട് വരുന്നുണ്ട്. നമ്മുടെ വാഹനത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ വാഹനത്തിന് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. അതുപോലെ തന്നെ 103.6 HP പവറുണ്ട്. പിന്നെ അതുപോലെ തന്നെ 136.8 Nm ടോർക്കാണ്. എല്ലാം നല്ല രീതിയിലുള്ള മികച്ച ഒരു പെർഫോമൻസാണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഉള്ളത്. എനിക്ക് അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് SUV സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച വാഹനം. കാരണം മൈലേജിന് മൈലേജ്, കംഫോർട്ടിന് കംഫോർട്ട്, സ്പേസിന് സ്പേസ്, പെർഫോമൻസിന് പെർഫോമൻസ്, എല്ലാം കൊണ്ടും ഒത്തുചേർന്ന ഒരു മികച്ച വാഹനം. നമ്മുടെ വേരിയൻ്റ് എന്ന് വെച്ചാൽ ഒരു ബേസ് വേരിയൻ്റാണ്. ഏകദേശം 10 ലക്ഷത്തി സംതിങ് പ്രൈസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് എല്ലാം കൂടെ കൂട്ടി നമ്മൾ വണ്ടി ഇറക്കിയത് 12 ലക്ഷത്തിനാണ് ഇറക്കിയത്. വളരെയധികം അഫോർഡബിൾ ആയിട്ടുള്ള വാല്യൂ ഫോർ മണി എന്ന് മാത്രം പറയാം. അങ്ങനെ ഗ്രാൻഡ് വിറ്റാര എടുക്കാൻ ആഗ്രഹമുള്ളവർ ഈ റിവ്യൂ കണ്ട് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ള റിവ്യൂസിനെ കൂട്ട് ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. അത് തന്നെയാണ് നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത. കുറച്ചേ കാണൂ, പക്ഷേ ഇൻഫോർമേഷൻ വലുതായിരിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ.